നൈറ്റ് ലൈഫ് ഭയങ്കര പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ പഞ്ചാബിൻ്റെ. വണ്ടിയാണ് എൻ്റെ സ്പെഷ്യൽ വണ്ടി, സൈലൻസർ കണ്ടില്ലേ, ഫ്രണ്ടിലാണ് എൻജിനൊക്കെ. ഇത് പഞ്ചാബിലുള്ള ഒരു മ്യൂസിയമാണ്. ഫുഡ് കോർട്ടൊക്കെയാണ്, കുറേ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. പഞ്ചാബി സ്റ്റൈല് സാധനങ്ങളൊക്കെയാണ്, കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അമൃത്സരത്തെ രാത്രികാല ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, പകലിറങ്ങി, ഇനിയിപ്പോൾ രാത്രി നമുക്ക് ഇവിടെ തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ അടുത്തൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു സ്ട്രീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് നൈറ്റ് ലൈഫായിട്ടുള്ള സ്ട്രീറ്റ് ഉണ്ട്, അത് അതിലേക്ക് പോകണം. ഇതൊരു ഇലക്ട്രിക് ഓട്ടോ ആണ്, അടിപൊളിയാണ് യാത്ര ചെയ്യാനൊക്കെ, തീരെ സൗണ്ട് കാര്യങ്ങൾ. ഇത് പഞ്ചാബിലുള്ള ഒരു മ്യൂസിയമാണ്. അമൃത്സർ അല്ലേ, അമൃത്സർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത്, അതിൻ്റെ ടൗണിലുള്ള മ്യൂസിയമാണ്. ഫുഡ് കോർട്ടൊക്കെയാണ്, കുറേ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്. പഞ്ചാബി സ്റ്റൈല് സാധനങ്ങളൊക്കെയാണ്, കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡാണ്. അതിമനോഹരമായിട്ടുള്ള ലൈറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല. അത് കാരണം കൊണ്ട് നമ്മൾ ഈ പുറത്ത് മാത്രം വീഡിയോസ് കാണിക്കുന്നുള്ള, ഉള്ളിൽ അലൗഡ് അല്ല വീഡിയോ ക്യാമറ. ഇതിൻ്റെ ലൈറ്റുകൾ ഭയങ്കര ആകർഷണീയമാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള സീനാണ് ഈ ലൈറ്റ്. ലോങ്ങിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. വണ്ടിയാണ് എൻ്റെ സ്പെഷ്യൽ വണ്ടി, സൈലൻസർ കണ്ടില്ലേ, ഫ്രണ്ടിലാണ് എൻജിനൊക്കെ ഫ്രണ്ടിലാണ്. മറ്റേ പഴയ നമ്മുടെ 12-10 ലോറിയുടെ പോലത്തെ. അതൊരു എന്തോ ഫുഡ് ഉണ്ടാക്കണ എന്തോ സംഭവമാണ്. ഫ്രീ ആണ്. ഓക്കെ, ഇതൊരു മ്യൂസിയമാണ്. എന്തോ വറക്കണ മണം വരുന്നുണ്ടല്ലോ. റൊട്ടിയ നൈറ്റ് ലൈഫ് ഭയങ്കര പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ പഞ്ചാബിൻ്റെ. ഫുൾ ആക്റ്റീവാണ് ഇവിടെ. ലസ്സി കുടിക്കാന്ന് പറഞ്ഞിട്ടേ ഇറങ്ങിയതാണ് രാത്രി ഈ നേരത്ത്. ഇവിടെ അവരൊക്കെ അടച്ച് ഇതാക്കി. പക്ഷെ ഇതിൽ ലസ്സിയുടെ അല്ല, കുൽഫിയുടെ ഷോപ്പാണ്. നമ്മളൊരു ദോസ്താണ്, നമ്മൾ ലസ്സി കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നതാണ്. ഈ നേരത്ത് രാത്രി ലസ്സി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഷോപ്പ്. ആള് ലഡാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്ക് പേപ്പർ ശരിയാക്കിയിട്ട്, അത്തന്നെ ഹേമന്ത് എന്നാണ് ആളെ പേര്. അപ്പോൾ ആള് നമുക്ക് അവിടേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. ഇന്ന പോലെ ചെയ്യണം. അവിടെ ലഡാക്കിലൊരു ഓഫീസറായിട്ട് ആൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ആള് വിളിച്ചിട്ട് നാളെ രാവിലെ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കും. അങ്ങനെ നമുക്ക് ഇതിന് വലിയ ഗ്ലാസ്സിൽ ലസ്സി വന്നു കേട്ടോ. എൻ്റെ അത്ര 3 ഗ്ലാസ്, അതേപോലെ 3 ഗ്ലാസ് ലസ്സി വന്നു. സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സംഭവം പൊരിച്ചിട്ടുണ്ട്, അടിപൊളി സാധനമാണ്. എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? നൈറ്റ് യൂഷ്വലി സൂപ്പറായിരിക്കും പറഞ്ഞിട്ട് വന്നതാണ്.
അതേപോലെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ സ്വർണ്ണപ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ് ഗോൾഡൻ ടെമ്പിൾ. എത്ര ലോങ് നോക്കിയാലും നമ്മുടെ കണ്ണിലേക്ക് അതിൻ്റെ പ്രകാശം ഭയങ്കരമായിട്ട് അടിച്ച് കയറുന്നുണ്ട്. ഗോൾഡൻ കളറ് അത്രയ്ക്ക് രസകരമായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തടാകത്തിൻ്റെ 4 ഭാഗത്തു നിന്നും നല്ല സ്പോട്ട് ലൈറ്റുകൾ വെച്ചിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. രാത്രി പകലിനെക്കാട്ടിയും രസകരമായിട്ട് തോന്നിക്കുന്നത് രാത്രിയാണ്. ഇപ്പോൾ രാത്രി ഇവിടുത്തെ പ്രതിഷ്ഠ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ വീഡിയോസും ഇതിൻ്റെ ചെറുതായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ, അത് കാണിക്കാം. ഇപ്പോഴും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഗോൾഡൻ ടെമ്പിൾ ഗോൾഡിൽ മുങ്ങി നിൽക്കുകയാണ്. 4 ചുറ്റും ജനങ്ങളാണ്. ഇതിൻ്റെ നിശ്ചലമായ ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പം നോക്കിയപ്പോൾ ആളുകളൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും സന്നിധാനത്ത് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പ്രതിഷ്ഠ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങൊക്കെ ഇപ്പോൾ നടക്കും. അപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള ആളുകളുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാലിയായി തുടങ്ങി. എന്താ രസം നോക്കിയാൽ, അതിൻ്റെ പ്രഭ നോക്കിയാൽ. ലോങ്ങിൽ കണ്ടൊരു തേര് കൊണ്ടുപോകണുണ്ട്. ആ തേരിലാണ് എൻ്റെ പ്രതിഷ്ഠ തിരിച്ചു കൊണ്ടുപോകണതാണ്. ഇനി നാളെ പുലർച്ചെയാണ് 4 മണിക്കാണ് ഇത് വീണ്ടും പ്രതിഷ്ഠയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് അതിമനോഹരമായിട്ടുള്ള രാത്രികാല ദൃശ്യങ്ങൾ. പകലിനെക്കാട്ടും മനോഹരമായ ദൃശ്യങ്ങളാണ്. അമൃത്സറിൽ നിന്നുള്ള വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്തല്ലോ.